ഹായ്, ഞാനേ ഇന്ന് ചൂരക്കറിയുണ്ട്, ചക്ക കറിയുണ്ട്, ചക്ക കുഴച്ചത്. അന്നേരം തോരനൊന്നുമില്ല, പിന്നെ ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്. അന്നേരം ഒരു തോരനില്ല. പിന്നെ ഞാൻ ഓർത്ത് പച്ചക്കറികളൊന്നും കിടപ്പില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. അങ്ങനെ എൻ്റെ കൊച്ചുമോൻ പോയി പിന്നെ കുടങ്ങിൽ വെച്ചിക്കൊണ്ട് വന്നു. ഞാൻ കുടങ്ങിന് കൊണ്ട് തോരൻ വെക്കുന്നത്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു, എണ്ണ ഒഴിക്കുന്നു. ഇനി ഇച്ചിരി കടുക് എടുക്കട്ടെ. ഇനി കടുക് ഒന്ന് ചൂടാകട്ടെ, എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇനി കടുക് ഇടുന്നു കേട്ടോ. കടുക് ഇട്ട് കടുക് കണ്ട പൊട്ടുന്നുണ്ട്. ഇനി വേണ്ട വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഇടുന്നു. എൻ്റെ കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഇടുന്നു. ഇനി ഇതിനകത്ത് ജീരകപ്പൊടി, പച്ചമുളക്, മഞ്ഞപ്പൊടി, സവാള, കുടങ്ങൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇടുക. ഇനി ഞാൻ ഒരു ഇച്ചിരി തേങ്ങാപ്പീര ഇടുന്നു കണ്ടോ. ഇച്ചിരി തേങ്ങാപ്പീര. ഇനി ഞാൻ ശകലം ഉപ്പിടുന്നു. എനിക്ക് കൈ കൊണ്ട് ഉപ്പിടാനേ അറിയത്തുള്ളൂ കേട്ടോ, സ്പൂൺ കൊണ്ടൊന്നും ഇടാൻ അറിയത്തില്ല. ഉണ്ട്, ശകലം ഉപ്പിട്ട് ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഈ ശകലം തീ കൂട്ടട്ടെ. നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഞാനിത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. ചെയ്ത് തിന്നപ്പോൾ നല്ല രുചിയുണ്ട്, അതുകൊണ്ടാണ് ഇത് പിന്നെ എടുത്തത് കേട്ടോ. വേണ്ടേ, ഇത് നല്ലതാവും. നമുക്കൊന്ന് നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് ആവി കയറട്ടെ. ഈ പ്ലേറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് വെന്ത് കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല കുടങ്ങൽ തോരൻ ആയിട്ടുണ്ട്. നല്ല നമുക്ക് ഇച്ചിരി ഒന്ന് തിന്ന് നോക്കേ. ഇച്ചിരി ഒന്ന് തിന്ന് നോക്കാം. നല്ല സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇത് നമ്മുടെ ചോറിന് മാത്രമല്ല, ഇതൊരു കറിയായിട്ടാക്കിയതല്ല. നമുക്ക് ശരീരവേദനയ്ക്കും, നടുവേദനയ്ക്കും, വയറുവേദനയ്ക്കും ഈ എല്ലാ കാര്യത്തിനും ഈ കുടങ്ങൽ കൊള്ളാം. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. നല്ല സൂപ്പറുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ കൂടുതലും എടുത്തത് കറി, ഒരു മീൻ കറി മാത്രമേ ഉള്ളൂ. പിന്നെ ചക്കയും കറി വെച്ച് കുഴച്ചെടുത്ത്. അതുകൊണ്ട് തോരനില്ലാത്തതുകൊണ്ട് ഇത് എടുത്തതാണ്. അങ്ങനെ ഇന്നലത്തെ ഇച്ചിരി രസമുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ല സൂപ്പറുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നല്ല നല്ല സൂപ്പറുണ്ട് തിന്നാൻ. ടാറ്റാ.